പറൈറ്റൽ ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, സ്പേഷ്യൽ ഓറിയന്റേഷൻ. പറൈറ്റൽ ലോബിന് ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിനോട് കണ്ണടയ്ക്കാൻ പറയണം. കണ്ണടയ്ക്കാൻ പറഞ്ഞതിന് ശേഷം ഇടത്തെ കൈ ഉയർത്തു എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ ഇടത്തെ കൈ ഉയർത്തത്തില്ല, അയാൾ കൺഫ്യൂസ്ഡ് ആയിട്ട് രണ്ട് കൈ ഒന്ന് അനക്കും. അതിനുശേഷം ആദ്യം ഇടത്തൊന്ന് ഉയർത്താൻ നോക്കുക, അല്ലെങ്കിൽ വലത്തൊന്ന് ഉയർത്താൻ നോക്കും. മീൻസ് അയാളുടെ സ്പേഷ്യൽ ഓറിയന്റേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഉറങ്ങല്ലേ, എന്നിട്ട് ഇടത്തെ കൈ ഒന്ന് ഉയർത്തിയേ. പറ്റുന്നുണ്ടല്ലോ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പറൈറ്റൽ ലോബ് ഫങ്ഷനിലാണ്. ഫങ്ഷനിലല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് ഇടത്താണെന്നും മറ്റേത് വലത്താണെന്നും ഉള്ള തിരിച്ചറിവ് നഷ്ടപ്പെടും. ദാറ്റ് ഈസ് സ്പേഷ്യൽ ഓറിയന്റേഷൻ. റൈറ്റും ലെഫ്റ്റും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ വരും. ഓക്കെ, അപ്പോൾ ആ ഓറിയന്റേഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ലോബാണ് പറൈറ്റൽ ലോബ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സെൻസേഷനും, ടച്ച്, വൈബ്രേഷൻ, പ്രഷർ പോലുള്ള സെൻസേഷനൊക്കെ പെർസീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് പറൈറ്റൽ ലോബ്. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ടെമ്പറൽ ലോബ്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. then അടുത്തത് ഓക്സിപിറ്റൽ ലോബാണ്. ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതാണ് വിഷ്വൽ ഏരിയ. ഇപ്പൊ ഞാൻ പണ്ട് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഡിപ്ലോപ്പിയ. എന്താണ് ഡിപ്ലോപ്പിയ? വാട്ട് ഈസ് ഡിപ്ലോപ്പിയ? പറയട്ടെ, നിങ്ങൾ ഞാൻ ഡബിൾ വിഷൻ, ഇത്രയും സിമ്പിളായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചത്. അപ്പൊ ഈ ഡിപ്ലോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ വിഷൻ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡബിളായിട്ട് പേഷ്യന്റിനെ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ കാണുകയാണ്. ഈ ഡബിൾ വിഷന് കാരണം എന്താണ്? ഡബിൾ വിഷന് കാരണം എന്താണ്? ഏതായി കണ്ടീഷനിലാണ് ഡബിൾ വിഷൻ ഉണ്ടാകുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ്, ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വസ്തു കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണുകളിൽ, രണ്ട് കണ്ണുകളിൽ ഇമേജ് ഫോം ചെയ്യും. ഓക്കെ രമ്യ, നാളെ കേൾക്കണമേ. ശരി. രണ്ട് കണ്ണുകളിലും ഇമേജ് ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന ഇമേജ് സെറിബ്രത്തിലേക്ക് ക്യാരി ചെയ്യും ത്രൂ ഏത് നെർവ് വഴി? ഏത് നെർവ്? റെറ്റിനയിൽ നിന്ന് ഒപ്റ്റിക് നെർവ് റൈസ് ചെയ്യപ്പെടുന്നു. ഒപ്റ്റിക് നെർവ് വഴി ഇത് സെറിബ്രത്തിന്റെ ഓക്സിപിറ്റൽ ലോബിലേക്ക് ക്യാരി ചെയ്യും. അവിടെ വെച്ച് രണ്ട് ഇമേജും കൂടെ ക്ലബ് ചെയ്ത് ഒറ്റ ഇമേജ് ആയിട്ട് ബ്രെയിൻ പെർസീവ് ചെയ്യും. അവിടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ഒറ്റ ഇമേജ് ആയിട്ട് നമ്മൾ കാണാൻ നമ്മളെ സഹായിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രണ്ട് കണ്ണിലും ഫോം ചെയ്യുന്ന ഇമേജിനെ കോർഡിനേറ്റ് ചെയ്ത് ഒറ്റ ഇമേജ് ആയിട്ട് നമ്മളെ കാണാൻ സഹായിക്കുന്നത് ഈ പറഞ്ഞ ബ്രെയിൻ്റെ ഓക്സിപിറ്റൽ ലോബ്. അവിടെയാണ് വിഷ്വൽ സെന്റർ ലൊക്കേറ്റ് ചെയ്തത്. ഡബിൾ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യം. സംഭവിക്കാറുണ്ട്, എങ്കിലും റയറാണ്. മിക്കവാറും ഡബിൾ വിഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്, അയാളുടെ സെറിബ്രോമായിട്ട് ബന്ധപ്പെട്ടാണ് ഡാമേജ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒപ്റ്റിക് നെർവുമായിട്ട് ബന്ധപ്പെട്ട് ഡാമേജ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓക്സിപിറ്റൽ ലോബുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരാം. അതിന്റെ ഫലമായിട്ടാണ് അയാൾക്ക് ആ ഒരു കോർഡിനേഷൻ, രണ്ട് ഇമേജും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഒറ്റ ഇമേജ് ആയിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥ വരുന്നത്. മൈസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്ന കണ്ടീഷൻ
മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതിന്റെ കേസിലൊക്കെ ആദ്യം തന്നെ വരുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ ആദ്യം തന്നെ വരുന്ന ഒരു പ്രശ്നം ഡിപ്ലോപ്പിയാണ്, ഡബിൾ വിഷനാണ്. ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, മൈസ്തീനിയ ഗ്രേവിസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു റിസർച്ചിന്റെ ഒരു സ്റ്റഡിയുടെ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ അപകടങ്ങളൊക്കെ സംഭവിച്ച് ആൾക്കാർ മരിക്കാറുണ്ട്. പ്രത്യേകിച്ച് RTA, റോഡ് ട്രാഫിക് ആക്സിഡന്റ്. പൊതുജനം രണ്ടായിട്ട് അത് വിധി ചെയ്തു. ഒന്നുകിൽ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചു. ഈ രണ്ട് രീതിയിലാണ് പൊതുജനം അതിനെ വിലയിരുത്തുന്നത്. വെള്ളം അടിക്കാത്തവനാണെങ്കിലും പറഞ്ഞുണ്ടാക്കും, നല്ല രീതിയിൽ വെള്ളം അടിക്കുമായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ റിസർച്ചിന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഏകദേശം 50% കോസ് എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഇത്തരത്തിൽ അക്യൂട്ടായിട്ട് സംഭവിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ആക്സിഡൻസിന് കാരണമായിട്ട് പറയുന്നത് 50% ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആ വ്യക്തിയിൽ ഉണ്ടാകുന്നു. അതിലൊന്നാമത്തെ കാരണം, അത്തരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിൽ വരുന്ന ഒന്നാമത്തെ പ്രോബ്ലമാണ് ഡിപ്ലോപ്പിയ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി രണ്ടായിട്ട് കാണുക. അതിന്റെ പൊസിഷൻ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. പാനിക്കാവും. വളരെ കഴിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ ചിലപ്പോൾ വണ്ടി ചവിട്ടി നിർത്തിയെന്ന് വരും, അല്ലെങ്കിൽ മറ്റേ ആ വ്യക്തി പാനിക്കായി, വണ്ടി നിയന്ത്രണം വരും, എവിടെങ്കിലും ഇടിക്കും, മരിക്കും. നമുക്ക് കിട്ടിയോ എക്സാക്ട് കോസ്? നമ്മൾ എന്ത് പറയും? രാത്രി 2 മണിക്ക് ആ സംഭവം, അയാൾ ഉറങ്ങിപ്പോയി, പിടിയിട്ടില്ല. അപ്പൊ ഇത്തരത്തിലൊരു കാര്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. ഡബിൾ വിഷൻ അല്ലെങ്കിൽ ഡിപ്ലോപ്പിയ എന്ന് പറയുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ വാർഡിലെ ഒരു പേഷ്യൻ്റ് ഉണ്ടെന്ന് കരുതുന്നു. ആ വ്യക്തി എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്നറിയാമോ? കണ്ണടച്ച് ഇങ്ങനെ പേടിച്ച്, കണ്ണ് തുറക്കാൻ പേടിയാ, ബെഡിന് വെളിയിൽ ഇറങ്ങത്തില്ല. എന്തെങ്കിലും ആഹാരം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ആരെയാ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺഫ്യൂഷൻ? ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ? ഓ, മറ്റേ ഡിപ്ലോപ്പിയ പേഷ്യന്റിനെ സംബന്ധിച്ച് അതാണോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഈ വ്യക്തി കണ്ണടച്ച് പേടിച്ച് ഞാൻ ഇരിക്കുകയാണ്. അയാളുടെ ADL പോലും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആഹാരം കഴിക്കുവാണെങ്കിൽ പോലും കണ്ണടച്ചിരുന്ന് കഴിക്കും. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഈ പേഷ്യനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും ആൻസർ ചെയ്യാമോ? യെസ്, ഡിനിമോൾ റൈറ്റ്. ഒരു കണ്ണ് അടച്ചു പിടിക്കുക, ഒരു കണ്ണങ്ങ് അടച്ചു വെക്കുക, മറ്റേ കണ്ണ് തുറക്കാൻ വേണ്ടി പറയുക. അപ്പൊ ഒന്നായിട്ടേ കാണത്തുള്ളൂ. 2 മണിക്കൂർ കഴിയുമ്പോൾ മാറ്റി വെക്കുക. ഈ രീതിയിൽ പേഷ്യന് അയാളുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അയാളുടെ ന്യൂറോളജിക്കൽ പ്രോബ്ലം എന്താണോ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ വിഷയം ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. ഇതിനെ നമുക്ക് പാച്ച് തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ പാച്ച് തെറാപ്പി ഉപയോഗിക്കുന്ന വേറൊരു കണ്ടീഷൻ ഉണ്ട്, അതേതാണെന്ന് പറയാം. ഓർക്കുന്നുണ്ടെങ്കിൽ പറയുവാണേ. യെസ്, ലേസി ആയി. ലേസി ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലേസി ആയി? സ്ട്രാ ബിസിനസ്, കോങ്കണ്ണ്,